പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നല്ല ദിവസത്തെ ഓർത്ത് നല്ല ദൈവത്തിന് നന്ദി പറയുന്നു. ഇപ്പോൾ നമ്മുടെ ആൻ്റണി നരിക്കുളം അച്ഛൻ കുർബാനയുടെ ദൈവശാസ്ത്രത്തെ പറ്റിയും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കൊള്ളാം, നന്നായിരിക്കട്ടെ. അല്ല, ഒരു സംശയമുണ്ട്, അത് ചോദിക്കാനാണ് ഞാനിപ്പോൾ വന്നത്. കാരണം ഈ 34 രൂപതകളിലുള്ള ദൈവജനവും വൈദികരും അതുപോലെ ഏതാണ്ട് 50ഓളം പിതാക്കന്മാരും, ഇവർക്ക് ആർക്കും ഇതൊന്നും മനസ്സിലായില്ല. ഈ അച്ഛന് മാത്രം ഇത് മനസ്സിലായി. അച്ഛന് മാത്രം മനസ്സിലായ കൊണ്ടാണല്ലോ അച്ഛൻ ഇതിനെ യഥാർത്ഥത്തിൽ അത് അങ്ങനെയാണ്, മുന്നോട്ട് എന്തുകൊണ്ട് വേണം, തിരിഞ്ഞു മനുഷ്യരിലേക്ക് വരുമ്പോൾ എന്തൊക്കെ വേണം. അച്ഛാ, സങ്കടത്തോടെ പറയട്ടെ, കഴിഞ്ഞ ജൂലൈ 3-ാം തീയതി ദേവാലയത്തിൽ പോയി സർവാധിപനാം കർത്താവേ എന്ന് പ്രാർത്ഥന പാട്ട് പാടുമ്പോൾ അച്ഛൻ ദൈവജനത്തെ നോക്കി കുമ്പിടുന്നു. ആഹാ, എത്ര മനോഹരം, എത്ര മനോഹരം. സർവത്തിൻ്റെ അധിപൻ ഈ മനുഷ്യരാണല്ലോ, ഈ മനുഷ്യരെ മേയ്ക്കാനാണല്ലോ വന്നിരിക്കുന്നത്. സർവാധിപനാം കർത്താവേ എന്നുള്ളത് അൾത്താരയിലേക്ക് നോക്കി സർവാധിപനായ കർത്താവ് ദിവ്യകാരുണ്യത്തിൽ ആ സക്രാരിയിൽ എഴുന്നള്ളി ഇരിപ്പുണ്ട്. അതൊന്നുമല്ല സർവാധിപനാം കർത്താവേ എന്ന് പറഞ്ഞ് ഇത് ഏത് ദൈവശാസ്ത്രമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് മനുഷ്യരെ സർവത്തിൻ്റെ അധിപനായി കണക്ക് കൂട്ടുന്ന അങ്ങയുടെ ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ച ഈ പ്രവചനം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, ഈ പുസ്തകം എന്ത് വിവരക്കേടുകളായി പറയുന്നത്. പക്ഷേ ഈ മനുഷ്യരെല്ലാം ബോധമില്ലാത്തവരാണോ? ഈ പിതാക്കന്മാരൊന്നും വെളിവില്ലാത്തവരാണോ? മാർപ്പാപ്പയ്ക്കും കുഴപ്പമാണ്. മാർപ്പാപ്പയും പുള്ളിയുടെ സ്റ്റാൻഡേർഡിന് പറ്റിയ ആളല്ല. മാർപ്പാപ്പയ്ക്കും തെറ്റുപറ്റാമെന്ന് പരസ്യമായി പറഞ്ഞ പുള്ളി മാർപ്പാപ്പയുടെ മുന്നിൽ ചെന്നപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു, അനുസരിക്കാൻ പറഞ്ഞു. ആ പുള്ളിയുടെ യാതൊരു തരത്തിലുള്ള റെക്കോർഡും പിന്നെ കാണാറില്ല. എവിടെ ഒളിച്ചു. ഒരു ചേച്ചിയും പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി പിതാവിനെ ഞങ്ങളിപ്പോൾ പിടിച്ച് വട്ടം ഒന്ന് തിരിച്ചേച്ച് വരും എന്നും പറഞ്ഞ് പോയിട്ട്, എൻ്റെ പൊന്നച്ച, എന്ത് നരിക്കുളമെന്നുള്ള ആ ഒരു കുടുംബം മുഴുവൻ ഇങ്ങനെ ഈ ഒരു അച്ഛനാൽ എന്താണ് പേരുദോഷം കൊണ്ട് അഭിഷേകം പ്രാപിക്കുന്നൊരു കുടുംബമായി മാറിയല്ല അച്ഛാ. എന്ത് മഹാഭാവമാണ്. ഒന്നുകിൽ ഇത്രയും പ്രായമൊക്കെ ആയില്ലോ അടച്ചെങ്കാനും ഇരിക്കേ, മറ്റേ ദൈവത്തിന് വിട്ടുകൊടുക്കുക. അതൊന്നും സാധിക്കാതെ ചുമ്മാതെ വായും പൊളിച്ച് നടക്കുക. എൻ്റെ വികാരിച്ചൻ്റെ പേര് തോമസ് എന്നാ, സെൻറ്റ് തോമസ് എന്നാ പേര്. ഒരു രക്ഷയില്ല. സെൻറ്റ് തോമസ് ആരാന്ന് പുള്ളിക്ക് അറിയത്തില്ല. കാരണം അദ്ദേഹം വന്നിരിക്കുന്ന ദേവാലയത്തിലെ വിശുദ്ധൻ മാർട്ടിൻ ഡി പോറസാണ്. ഈ മാർട്ടിൻ ഡി പോറസിൻ്റെ ചരിത്രമോ മാർട്ടിൻ ഡി പോറസിൻ്റെ ജീവിതമോ മാർട്ടിൻ ഡി പോറസ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പോലും ഈ പാവത്തിന് അറിയില്ല. പറയുന്ന മരിച്ചുപോയ പൂർവികർക്ക് വേണ്ടി കഞ്ഞി വെക്കാനായിട്ട് കാശ് കൊണ്ടുപോവാ, ഇനി 30 പേരോട് തന്നാൽ മതി എന്നൊക്കെയാണ് അനൗൺസ്മെൻറ്റ് കാണുന്നത്. ഇത് ആർക്ക് വേണ്ടിയാണ്? എടാ, മരിച്ചവരെ ഓർക്കുന്നെങ്കിൽ അവരവരുടെ കുടുംബത്തുള്ളവരെയോ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ടുവന്നെങ്കിൽ കൂടപ്പുറപ്പുകളെ ഒന്ന് കാണാൻ, എല്ലാവരെയും ഒന്ന് കാണാൻ. എടാ, നമ്മുടെ അപ്പൻ്റെ പേരിലുള്ളവരാണല്ലോ നമ്മൾ ഇത്രയും മക്കൾ, നമ്മൾ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ്, കഴിയുമെങ്കിൽ അങ്ങനെ ഒന്ന് വന്നുകൂടി കുടുംബത്തൊരാഘോഷം നടത്തി പിരിയാനല്ലാതെ ഇങ്ങനെ പള്ളിയിൽ എല്ലാവരും കൂടെ കഞ്ഞി വെച്ച് കുടിച്ച് സന്തോഷിച്ച് ചിരിച്ച്, ഇതൊരു ശാപത്തിൻ്റെ ലക്ഷണമാണ്. കാരണം നന്മ ചെയ്യുക എന്നുള്ളതല്ല. അതുപോലെ തന്നെ ചൊറച്ചു വികാരച്ചന്മാരുടെ ഒരു സ്വഭാവമാണ്. കാശ് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ, നമുക്ക് അവിടെ അത് ചെയ്യാം, ഇവിടെ ഇത് ചെയ്യാം. എന്തിനാ ഓരോ മനുഷ്യരോടും പറയണം, നിങ്ങൾ നന്മ ചെയ്യേ. ആതുരാലയങ്ങളിൽ പോകും, അല്ലെ ഒരു ആശുപത്രിയിൽ പോയി രോഗികളെ കാണുക, അയൽപക്കത്തുള്ള രോഗികളെ കാണുക. അങ്ങനെ കണ്ടിട്ട് അവർക്ക് നിങ്ങളാൽ കഴിയുന്ന നന്മകൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് മുൻപിൽ അതൊരു സുവിശേഷമാവില്ലേ, പങ്കുവെപ്പിൻ്റെ സുവിശേഷം. ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ളതിനും ഇങ്ങനെയൊക്കെ നയിക്കാനുള്ളതിനും ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഞാൻ ചോദിക്കട്ടെ, ആർക്കെന്ത് ഔദാര്യം ചെയ്യുന്നെങ്കിലും വികാരിച്ചിൻ്റെ പേരിൽ ഒരു 10 രൂപ ഉണ്ട്, ഇന്ന് എൻ്റെ ശമ്പളത്തിൽ നിന്നൊരു 10 രൂപ, അങ്ങനെ ഒരു കാര്യമില്ലല്ലോ. കരക്കാരുടെ കാശ് കൊണ്ട് ദാനം കൊടുക്കാൻ എന്തോ ഒരു എളുപ്പമാണ്. ഇനിയും അച്ഛന്മാർ സ്വന്തം സമ്പത്തിൽ നിന്ന് അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ ഈ കൂട്ടത്തിൽ ഉദ്ദേശിക്കുന്നില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയെ ഇത്രയേറെ നശിപ്പിച്ച നിങ്ങളെപ്പോലുള്ള ഈ ദുഷ്ടജന്മങ്ങൾക്ക് എന്താണ് വരാനിരിക്കുന്നതെന്നറിയില്ല. ഇതിന് നേതൃത്വം കൊടുക്കുന്ന പിതാക്കന്മാർ എന്തിന്? നിങ്ങളുടെ കൂടെയുള്ള 5 പിതാക്കന്മാരല്ല, ഇപ്പോൾ ഉള്ള തട്ടിൽ പിതാവും അതുപോലെ തന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററും ഇതിനൊക്കെ അനുവാദം കൊടുത്തത് കൊണ്ടാണെന്നേ. ശിക്ഷ കൊടുക്കേണ്ടടുത്ത് ശിക്ഷ കൊടുക്കാതെ, കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ പറയുന്നത് കേട്ടു, ഞാൻ കൊച്ചച്ഛനെ കൊണ്ട് പുത്തൻ കുർബാന ചെല്ലാനുള്ള അച്ഛനെ കൊണ്ട് കുർബാന ഏൽപ്പിച്ചാൽ എനിക്ക് ഭീഷണിയാണെന്ന്. എൻ്റെ പൊന്നച്ഛ, അച്ഛനൊക്കെ നാണമില്ലേ ഇങ്ങനെ പറയാൻ? ഭീഷണിയോ? നിങ്ങളെ ആര് ഭീഷണിപ്പെടുത്താനാ?
ഇനി അതല്ല, അങ്ങനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു കാര്യം തല്ലിക്കളയും കൊന്നുകളയും, അങ്ങനെയാണെങ്കിൽ ഒന്ന് മരിക്കാൻ ഒരുങ്ങുന്നേ. എവിടെ? അപ്പോൾ ഇവിടുത്തെ തീറ്റയും കുടിയും ഇവിടുത്തെ പേരും പ്രശസ്തിയും ഈ കുപ്പായം ഇട്ടുള്ള അഭ്യാസമൊന്നും നടക്കത്തില്ലല്ലോ. സങ്കടം കൊണ്ട് പറയുന്ന, നിങ്ങളോട് ആരോടും വെറുപ്പില്ല, നിങ്ങൾ നല്ല വഴിക്ക് വാ. അതുകൊണ്ട് എത്രയും വേഗം ഈ ഏത് പള്ളിയിൽ ഒരു വികാരി വന്നിരുന്നാൽ ആ പള്ളിയിലെ വിശുദ്ധൻ ആരാണ്, ആ വിശുദ്ധൻ്റെ ജീവിതം എന്താണ്, അതൊന്നും മനസ്സിലാക്കിയാൽ ഒത്തിരി നന്നായിരിക്കും. തന്നെയല്ല, സ്വന്തം പേരിൻ്റെ വിശുദ്ധൻ ആരാണ്, ആ വിശുദ്ധൻ എങ്ങനെ വിശുദ്ധനായി, അതിലെന്തെങ്കിലും എൻ്റെ കയ്യിൽ ഒരു അല്പമെങ്കിലും ഉണ്ടായിരിക്കുവാൻ, അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ വേണ്ടേ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ. നിർത്തുകയാണ്, പറയാൻ ഒത്തിരിയുണ്ട്, വളരെ പരിമിതമായി മാത്രമേ പറയുന്നുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെ സഹായിക്കട്ടെ. ആമേ. ഷെയർ ചെയ്ത് സഹായിക്കുമല്ലോ. കമൻറ്റൂടെ ഇടുക. കമൻറ്റ് എനിക്ക് ഒത്തിരി നല്ല കമൻറ്റുകൾ കിട്ടുന്നുണ്ട്, സന്തോഷം.